ഹലോ എവരിവൺ, ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. കാരണം ഇത് വളരെ പേഴ്സണലായിട്ടുള്ള വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. പക്ഷേ കഴിഞ്ഞ ദിവസം വിമൻസ് ഡേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമ്മൾ പല സ്ത്രീകൾ മാത്രമല്ല ചില പുരുഷന്മാരും വിവാഹമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം കുടുംബം, കുട്ടികൾ, ജോലി അങ്ങനെയൊക്കെ ആയിട്ടുള്ള വളരെ മൊണോട്ടോണസ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് ഒതുങ്ങിക്കൂടും. നല്ല കൂട്ടുകാർ, പഴയ സൗഹൃദങ്ങൾ, ഇതെല്ലാം പടിക്ക് പുറത്തായിരിക്കും. പക്ഷെ അതങ്ങനെയാണ് വേണ്ടേ? ഈ സൗഹൃദം എല്ലാം എൻജോയ് ചെയ്യാൻ നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിനെല്ലാം കൂട്ടിപ്പിടിച്ചൊന്ന് ജീവിച്ച് നോക്കിക്കേ. നിങ്ങളുടെ പാർട്ട്ണർക്കും അതിനുള്ളൊരു അവസരം കൊടുത്തു നോക്കിയേ. ജീവിതം മാറുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാം. ഞങ്ങൾ അങ്ങനെ നടത്തിയ ഒരു യാത്രയുടെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. 18 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഏറ്റവും അടുത്ത കുറച്ച് സുഹൃത്തുക്കളുമായിട്ട് ഒത്തുചേർന്ന ഒരു വീഡിയോ ആയിരുന്നു. 3-4 കൊല്ലത്തെ പ്ലാനിങ്ങിനൊക്കെ ശേഷമായിട്ട് ഇതൊക്കെ സാധിച്ചത്. കാരണം എല്ലാവരും ലോകത്തിൻ്റെ പല ഭാഗത്ത് ചിതറി കിടക്കുന്നവരാണ്, വളരെ തിരക്കുള്ളവരാണ്. പക്ഷേ എന്നിരുന്നാലും ഞങ്ങളത് സാധ്യമാക്കിയെടുത്തു. അതിനുവേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്തത് ലോകത്തിൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രിയിൽ തായ്ലൻഡിലെ ഫുക്കറ്റാണ്. ഏറ്റവും നല്ല വിഷ്വൽസാണ് ഞങ്ങൾക്ക് അവിടെ ലഭിച്ചത്. അപ്പോൾ നിങ്ങളായിട്ട് അതൊന്ന് പങ്കുവെക്കണമെന്ന്. ഫുക്കറ്റ് ബീച്ചുകൾ കൊണ്ട് സമൃദ്ധമാണെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടല്ലോ. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് 3 ബീച്ചുകൾ ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു ഏരിയൽ വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അതിൽ തന്നെ മായാബേ എന്ന് പറഞ്ഞിട്ടുള്ള ബീച്ചിലേക്കാണ് ഞങ്ങൾ മെയിനായിട്ട് യാത്ര ചെയ്തത്. 3-4 ദിവസത്തെ ട്രിപ്പ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. കാരണം അതുകൊണ്ട് തന്നെ ഒരു ബീച്ച് എൻജോയ് ചെയ്യാൻ. മായാബേ എന്ന് പറയുന്ന ബീച്ച് നിങ്ങൾ ജെയിംസ് ബോണ്ടിൻ്റെ പിക്ചേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ചാണ്. എമറാൾഡ് ഗ്രീൻ ആയിട്ടുള്ള വാട്ടറാണ്. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ബ്രെത്ത് ടേക്കിംഗ് ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അതായത് വാട്ടറിലേക്ക് ഇറങ്ങുമ്പോൾ ചെറിയ ഷാർക്ക് കുഞ്ഞുങ്ങളൊക്കെ ഓടി കിടക്കുന്നത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. അതിൻ്റെ അർത്ഥം എന്താ? ആ വാട്ടർ അത്ര ക്ലിയർ ആണെന്നുള്ളതാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് എവിടേക്ക് തിരിഞ്ഞു നോക്കിയാലും കിട്ടുന്നത്. ഇനി നമുക്ക് അങ്ങോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി നമുക്ക് ഡേ ട്രിപ്പുകൾ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള യാട്ടുകളിൽ ഒരു 1 ഡേ ട്രിപ്പ് വേണമെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ അവർ തന്നെ രാവിലെ വന്ന് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്ത് ഇതുപോലുള്ള ബോട്ടിംഗ് സ്പേസിൽ കൊണ്ടുപോയി അവിടെ ബോട്ടിൽ നമ്മൾ ഉൾക്കടലിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെയുള്ള ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അതിൽ യാത്ര ചെയ്ത് പോകുന്നത്. വളരെ എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ഇനി വ്യൂ മാത്രമല്ല, നമുക്ക് കടലിൽ ചാടാൻ താല്പര്യമുള്ളവർക്ക് ചാടി നീന്തി കളിക്കാനായിട്ടുള്ള സ്ഥലം അതിന് തക്കതായ സ്ഥലത്ത് അവർ കൊണ്ടുപോയി സ്റ്റോപ്പ് ചെയ്ത് തരും. അതുപോലെ ഇതുപോലെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള പിക്ചേഴ്സ് എടുക്കാനുള്ള ഒരു ഏരിയ അവർ ഒരുക്കി തരും. അവർ തന്നെ എടുത്തും തരും കേട്ടോ അതുപോലുള്ള പിക്ചേഴ്സ്. ഇനി സ്കൂബ ഡൈവിങ്, അതിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കേണ്ട ഒരു കാര്യമാണ്. മെഡിറ്റേഷൻ്റെ വേറെ ലെവലെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കടലിൻ്റെ അടിയിൽ പോയിട്ട് ആ മീനുകളുടെയൊക്കെ അടുത്ത് പോയി അതിൻ്റെ കളർഫുൾ ആയിട്ടുള്ള വ്യൂ കാണുമ്പോഴുണ്ടല്ലോ, വാട്ട് ആൻ അമേസിങ് വ്യൂ ആണെന്നറിയാമോ. ഇതൊരു ക്യാമൽ റോക്ക് എന്ന് പറഞ്ഞ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ്. അതുപോലെ ഒത്തിരി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇനി ബീച്ചുകൾ മാത്രമല്ല, ഇതുപോലുള്ള വലിയ ആർക്കിടെക്ചർ കൊണ്ടും സമ്പന്നമാണ് തായ്ലൻഡിലെ ഫുക്കറ്റ്. ഇതൊരു വൈറ്റ് ബുദ്ധ ടെമ്പിളിലേക്കാണ് ഞങ്ങൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചൈനീസ് മോഡലുള്ള ആർക്കിടെക്ചർ. ഇനി ബുദ്ധൻ്റെ കൂടെ വേണമെങ്കിൽ ഇതുപോലെ ധ്യാന നിമഗ്നയൊക്കെ ആവാട്ടോ. കള്ളധ്യാനം എന്ന് പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ. അതുപോലെയുള്ള ഒത്തിരി നല്ല ആർക്കിടെക്ചറുകൾ നമുക്കവിടെ എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇനി ഞങ്ങളുടെ സ്റ്റേ ഞങ്ങൾ booking.com വഴി ബുക്ക് ചെയ്തിട്ടാണ് പോയത്. 5 സ്റ്റാർ ഹോട്ടലായിരുന്നു. കമ്പാരിറ്റീവ്ലി ഇപ്പം ഞാൻ UK താമസിക്കുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ചീപ്പ് റേറ്റിലാണ് നമുക്കവിടെ 5 സ്റ്റാർ ഹോട്ടൽ കിട്ടുന്നത്. പക്ഷേ സ്റ്റേ എന്ന് പറയുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റേ ആയിരുന്നു. റൂംസിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട, ഒരുപാട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന റൂം തന്നെയാണ് അവർ നമുക്കവിടെ അറേഞ്ച് ചെയ്തിരുന്നത്. അതുപോലെ എന്താവശ്യത്തിന് വിളിച്ചാലും 24 hours അവരുടെ സർവീസും അവൈലബിൾ ആയിരുന്നു. ഇനി ഞങ്ങൾ സെലക്ട് ചെയ്തത് ഒരു പ്രൈവറ്റ് പൂളൊക്കെ ഉള്ള റൂംസ് ആയിരുന്നു കേട്ടോ. കാരണം കുറച്ചൊക്കെ ചിൽ ഔട്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളുമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയതൊരു ഇൻഫിനിറ്റി പൂളാണ്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. മിക്കവാറും കുറേ സമയമൊക്കെ ഞങ്ങൾ ഈ പൂളിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 18 വർഷം കഴിഞ്ഞ് കാണണല്ലേ, ഒരുപാട് കഥകൾ പറയാനേ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് പറ്റിയ ഏറ്റവും നല്ല ആംബിയൻസ് തന്നെയാണ് നമുക്കവിടെ കിട്ടിയത്. ഇനി ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. കഴിച്ച് അങ്ങ് അറ്റം എത്തി. കാരണം 11 മണി വരെ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എന്ത് വേണമെങ്കിലും കഴിക്കാം. അവരുടെ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലെയാണ്. ഇനി ഫുഡാണെങ്കിലോ പലതരം വെറൈറ്റി ഫുഡുകളും നമുക്കവിടെ കിട്ടും. അപ്പോൾ പിന്നെ അതിരുന്ന് എൻജോയ് ചെയ്യാതെ പോരാൻ പറ്റില്ലല്ലോ. പിന്നെ തായ് ഫുഡും ഇഷ്ടമുള്ളവർക്കറിയാം. പാഡ് തായ്, അതുപോലെ നല്ല ടൈപ്പ് ഓഫ് ന്യൂഡിൽസ് ഉണ്ട്. മാംഗോ സ്റ്റിക്കി റൈസ്, അതൊരു സ്പെഷ്യൽ വിഭവം തന്നെയാണല്ലോ. ഈ കാണുന്ന മാംഗോ സ്റ്റിക്കി റൈസ്, അങ്ങനെയുള്ള പലതരം വിഭവങ്ങൾ നമുക്കവിടെ എൻജോയ് ചെയ്യാം. ഇനി ഫ്രൂട്ട്സ് ആണെങ്കിലോ
ഏറ്റവും നമ്മുടെ ഇന്ത്യയിൽ പോലും ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെയാണ് അവിടുത്തെ കോക്ടെയിൽസും. വെറൈറ്റി തരത്തിലുള്ള കോക്ടെയിൽസും നമുക്കവിടെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. കോക്ടെയിലൊക്കെ കണ്ണും തള്ളിയിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ. പിന്നെ അതുകൂടാതെ ഷോപ്പിങ്ങും നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കണ്ണിനെ കയം കാണിക്കരുതെന്ന നിയമം ഉണ്ടായതുകൊണ്ട് അതിലേക്ക് ഞങ്ങൾ ഒത്തിരി ആഴത്തിൽ അങ്ങ് ഇറങ്ങിയില്ല കേട്ടോ. അങ്ങനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറി തന്ന ഒരു ഹോളിഡേ ആയിരുന്നു അത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഞാനിത് പങ്കുവെച്ചത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ കുറച്ച് ദിവസങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി എന്താ ആലോചിക്കാനാണ്, ഫോണെടുത്ത് കറക്കി എടുക്കുകയെ. നമ്മൾ മിസ് ചെയ്യുന്ന ഫ്രണ്ട്സിനെയൊക്കെ കുറിച്ച് നാളത്തെ പ്ലാനിങ് ഒക്കെ കഴിഞ്ഞ് ഇതുപോലൊരു ഹോളിഡേക്ക് പോകും. ഇത്ര ദൂരമൊന്നും ആവണമെന്നില്ല കേട്ടോ, അടുത്ത് തന്നെയും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഹാപ്പി ആയിട്ടിരിക്കും. ഗുഡ് ബൈ.